അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദു. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെയും നമ്മുടെ ഈ മജ്ലിസിനെയും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാം പറയാൻ പോകുന്ന എല്ലാ നല്ല സുന്നത്തായ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഇസ്ലാമിക മര്യാദകൾ, സുന്നത്തായ രീതികളാണ് ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. ആഹാരത്തിന് മുന്നേ, നാം കഴിക്കാൻ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ട 5 പോയിന്റുകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ആഹാരം ഹലാലായിരിക്കുക, ആഹാരത്തെ കുറ്റം പറയാതിരിക്കുക, ആഹാരത്തിൽ ഊതാതിരിക്കുക, നിന്നുകൊണ്ട് ഭക്ഷിക്കാതിരിക്കുക, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ അതിഥികളായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം പരിഗണിക്കുക എന്നിങ്ങനെയുള്ള ആഹാരം കഴിച്ചു തുടങ്ങുന്നതിന് മുന്നേയുള്ള സുന്നത്തായ ശീലങ്ങളെപ്പറ്റി നാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നാം ആഹാരം കഴിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടായിരിക്കണം കഴിക്കുവാനുള്ളത്. കാരണം ആഹാരം കഴിക്കുക എന്നുള്ളത് ഒരു ആരാധനയായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കുമെന്ന് ഇവിടത്തിൽ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു ബറക്കത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പേര് പറയാത്ത, അള്ളാഹുവിൻ്റെ സ്മരണയില്ലാതെ തുടങ്ങുന്ന ഏത് കാര്യമാണെങ്കിലും അത് ബറക്കത്തില്ലാത്തതായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസാണ്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ബിസ്മി പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുൽ ബി യമീനിക എന്ന് റസൂലുള്ളാഹി തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായ ഹദീസിൽ നമുക്ക് കാണാം. ബിസ്മി പറഞ്ഞുകൊണ്ട് വലത് കൊണ്ടായിരിക്കണം നാം ഭക്ഷണം കഴിക്കാനുള്ളത്. അതുപോലെ ബിസ്മി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വലത് കൈകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. നാം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും വലത് കൈ കൊണ്ടായിരിക്കുക എന്നുള്ളതും പ്രത്യേകം പ്രാധാന്യമുള്ളതാണ്. ആഹാരം കഴിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ നാം ഡ്രസ്സ് ധരിക്കുമ്പോഴാകട്ടെ, നാം എന്തൊരു നല്ല കാര്യം എന്ത് ചെയ്താലും വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ആരെങ്കിലും ബിസ്മി പറയാതെയാണ് ആഹാരം കഴിക്കുന്നത് എങ്കിൽ ആ ആഹാരത്തിൽ നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ തന്നെ ശൈത്താനും അവൻ്റെ അനുയായികളും നമ്മുടെ കൂട്ടത്തിൽ പങ്കുചേരുമെന്നാണ്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാതെയാണ് കഴിക്കുന്നത് എങ്കിൽ നാം കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആഹാരത്തിൽ നിന്നും പിശാചും കൂടി പങ്കുചേരുമെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ഇടത് കൈ ഉപയോഗിക്കാൻ പാടില്ല. ഇടതു കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പിശാചിൻ്റെ ശൈലിയാണ്. പിശാച് എല്ലാത്തിനും ഇടത് കൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇടതു ഭാഗമായിരിക്കും മുന്നിടുന്നത്. പിശാചിൻ്റെയും കൂട്ടാളികളുടെയും രീതിയാണ് അത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും വലതു ഭാഗത്തെ മുന്തിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിനിടയിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, ആഹാരം കഴിക്കുന്നതിനിടയിൽ അല്ലാഹുവേ നീയാണ് നമുക്ക് ഭക്ഷണം നൽകിയത്, അപ്പോൾ അതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു, നിനക്കാണ് സർവ്വ നന്ദികളും എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ എന്ന ഒരു ചെറിയ ദുആയും ആഹാരം കഴിക്കുന്നതിനിടയിൽ സുന്നത്താണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്നെങ്കിലും കുറഞ്ഞത് പറയണം. പൂർണ്ണമായ ദുആ അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ എന്നതാണ് പൂർണ്ണമായ ദുആ. അത് അറിയാത്തവർ അൽഹംദുലില്ലാ എന്നെങ്കിലും പറഞ്ഞിരിക്കണമെന്ന് ഹദീസിൻ്റെ ആശയങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, നാം ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളത് സുന്നത്താവാനുള്ള പ്രധാന കാരണം, ഒരുമിച്ചിരുന്ന് നാം ആഹാരം കഴിക്കുമ്പോൾ നമുക്കിടയിൽ സ്നേഹവും ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, വാപ്പ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. മക്കൾ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കഴിക്കും, ഭാര്യ അടുക്കളയിൽ ഇരുന്ന് കഴിക്കും, വാപ്പ ഒറ്റയ്ക്ക് ഹാളിലിരുന്ന് കഴിക്കും. ആ ഒരു രീതി മാറിയിട്ട് നാം നമ്മുടെ കുടുംബത്തിലുള്ളവർ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഉള്ള ആഹാരം എന്താണോ നല്ല രീതിയിൽ ഈ പറഞ്ഞ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് കഴിക്കുകയാണ് എങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ പരസ്പര ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലെല്ലാം സന്തോഷവും ഐക്യവും ഉണ്ടാകാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ആഹാരം കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് നാം പറഞ്ഞു. ഇനി മറ്റൊരാളാണ് നമുക്ക് ആഹാരം തരുന്നത് എങ്കിൽ, നാം അങ്ങനെ ഉണ്ടാകുമല്ലോ, ഇപ്പോൾ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെയാണ് കഴിക്കുന്നത്, നമ്മളങ്ങനെ മറ്റുള്ള ആളിൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് ചെന്ന് കഴിക്കുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആഹാരം തന്നയാളിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹില്ലദി അത്അമന
وسقانا وجعلنا من المسلمين اللهم أطعم من أطعمنا واسق من سقانا اللهم بارك لهم فيما رزقتهم واغفر لهم وارحمهم എന്ന ദുആ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നമുക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ, നാം ഒരു ഫംഗ്ഷനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ചെലവ് ചെയ്ത് മേടിച്ചു തരികയൊക്കെ ചെയ്താൽ ആ ആഹാരം നൽകുന്നയാളിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതും സുന്നത്തായ ഒരു സൽക്കർമ്മമാണ്. ഇതൊക്കെയാണ് ആഹാര കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ വസ്തുത. നിശ്ചിതമായിട്ട് ഇത്ര നേരം കഴിക്കണം എന്നൊന്നും ദീനുൽ ഇസ്ലാമിലില്ല. എപ്പോഴാണോ നമുക്ക് വിശക്കുന്നത് അപ്പോൾ മാത്രം കഴിക്കുക എന്നാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു രീതിയാണ് 3 നേരം ആഹാരം കഴിക്കുക അല്ലെങ്കിൽ 4 നേരം ആഹാരം കഴിക്കുക. അങ്ങനെ നിശ്ചിതമായ തവണ രീതി ഇസ്ലാമിൻ്റെ ഇതിൽ പറയുന്നില്ല. നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത്, നമുക്ക് എന്ത് ഭക്ഷണമാണോ നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഭക്ഷണം കഴിക്കുവാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള എത്രത്തോളം കഴിക്കാമെന്നെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് വയറ് നിറഞ്ഞ് നമുക്കിനി എഴുന്നേറ്റ് ഒരു അടി പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഓവറായി കഴിക്കരുത് എന്നുള്ളത് ഒരു മര്യാദയാണ് ദീനുൽ ഇസ്ലാമിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം പഠിക്കുന്ന കാര്യം, നാം കേട്ടറിയുന്നതായ കാര്യങ്ങൾ ഒരാളിന് നാം പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കൂടുതലായി നിലനിൽക്കും. ഇപ്പം ഞാനിവിടെ നിന്ന് ഒരു കാര്യം കേട്ടു, ആ കാര്യം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. ഞാൻ കേട്ട കാര്യം നമ്മുടെ വീട്ടിൽ ചെന്ന് ഭാര്യമാരെടുത്തോ നമ്മുടെ മക്കളെടുത്തോ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആദ്യമായി നമ്മുടെ സ്വന്തം മനസ്സിലാണ് ഒന്ന് ഉറയ്ക്കുന്നത്. അതുകൊണ്ട് നാം കേൾക്കുന്നതായ ഇൽമുകൾ നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഭാര്യ മക്കളോടെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആഹാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും വിശാലതകളും ബറക്കത്തും നൽകുമാറാകട്ടെ.